ഹായ് ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ പാടന് ഒരാളിവിടെ ഭയങ്കര കുക്കിങ്ങിലാണ്. മറ്റാരുമല്ല, എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഇതാ പുഡിങ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളെല്ലാം പൂട്ടുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ, ഓരോന്ന്. അങ്ങനെ ഇതാ ഉമ്മ ഇവിടുന്ന് മീനെല്ലാം ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ മീനിങ്ങനെ കട്ടാക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടെല്ലാം ഇങ്ങനെ ഓരോ പോർഷൻ ആക്കിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കല്. അങ്ങനെ ആണെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ എല്ലാം മൊത്തത്തിലെടുത്തങ്ങ് വെള്ളത്തിലിടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇതാ മോക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ മുടിയെല്ലാം കെട്ടിക്കൊടുത്ത് സുന്ദരിയാക്കിയിട്ട് വന്നാൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഒന്നും തലയിൽ വെക്കൂല, ഒരു ഹെയർ ബാൻഡ് വെക്കൂല, ബുഷ് ഇടൂല, ക്ലിപ്പ് ഇടൂല, അങ്ങനത്തെ ഒരാളാണ്. എന്നിട്ട് തലയെല്ലാം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അലമ്പാക്കി വെക്കും. ഇങ്ങനെ മുടി വാരി നല്ല ചീകി ഒതുക്കി വെക്കുന്നത് ആൾക്ക് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ഇതാ അനിയത്തിൻ്റെ പുഡിങ്ങെല്ലാം ഇവിടെ ഏകദേശം റെഡി ആയിട്ട് തണിയാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അലക്കാനുണ്ടേനു. എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ ഈ ഒരു അലക്കൽ എന്ന് പറയുന്നത്. അലക്കലും വിസ്തരി ഇടലുമാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത പണികളിലൊന്ന്. പിന്നെ ഇതാ നമ്മുടെ ഒരു കൊറിയർ ഉണ്ടായിരുന്നു ഫ്ലിപ്കാർട്ട് ഗ്രോസറിന്ന് അങ്ങനെ ഓർഡർ ചെയ്തതേനു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അങ്ങനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും തിന്നണം എന്നെല്ലാം തോന്നും അങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ട് ഗ്രോസറി പോയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തതിനാൽ നാളെ മറ്റന്നാൾ അങ്ങനെയായിട്ട് നമുക്ക് സാധനം വീട്ടിലേക്ക് കിട്ടും. അങ്ങനെ ഇപ്പം നോമ്പല്ലേ, നോമ്പായതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അല്ലെങ്കിൽ അധികം ബിസ്ക്കറ്റ്, ലേസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഞാൻ അധികം വാങ്ങിക്കല്. അങ്ങനെ കത്രിക എടുക്കാൻ പോയ ടൈം ഒരാൾ അത് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കത്രികയെല്ലാം എടുത്ത് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കലാന്ന് കേട്ടാ. ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്സായി നോക്കണമല്ലോ. പക്ഷെ ഞാൻ ഇതുവരെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചതിനകത്തുനിന്ന് അങ്ങനെ മിസ്സായിട്ടൊന്നും ഇല്ലേനു. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കൽ ഭയങ്കര ലാഭമാണ് കേട്ടോ. അപ്പം നമ്മൾ 500 രൂപേൻ്റെ മേലെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 50 രൂപ ഷിപ്പിംഗ് ഫ്രീയും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ഫ്രീ ഷിപ്പായിട്ട് കിട്ടും. പിന്നെ 1000 രൂപേൻ്റെ മേലെയാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 1 രൂപക്ക് 1 കിലോ പഞ്ചസാര. അങ്ങനെ ഓരോ ദിവസം ഓരോ ഓഫറാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ഓഫർ തന്നെയാണ്. നമുക്ക് 20 രൂപേൻ്റെ ലേസെല്ലാം 13-15 രൂപക്കെല്ലാം കിട്ടും. ലേസ് മാത്രമല്ല എല്ലാ സംഭവങ്ങളും ഗ്രോസറി ഐറ്റംസിനും നല്ല വില കുറവാണ്. അപ്പം ഡെറ്റോള്, ഹാർപ്പിക്ക് ഇതുപോലത്തെ സംഭവങ്ങൾ ഞാൻ അധികം ഈ ഗ്രോസറിയിൽ നിന്ന് കേട്ടോ വാങ്ങിക്കല്. അങ്ങനെ 20 രൂപേൻ്റെ മറ്റേ മത്തേന്ന് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശരിക്കറിയില്ല. പിന്നെ ഡാർക്ക് ഫാൻറ്റസി, പിന്നെ ഹാർപ്പിക്ക്, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഹാർപ്പിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അന്നേരമാണ് ഈ സംഭവങ്ങളെല്ലാം ബേക്കുന്നേ വന്നത്. പിന്നെ ഒരു നിവ്യൻ്റെ ഫേസ് വാഷ് എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. പിന്നെ ഒരു ഒഡോണിൻ്റെ റൂം സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സോപ്പും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു സോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് പൊതുവേ ഇങ്ങനെ ഫസ്റ്റ് ടൈം എല്ലാം എന്തെങ്കിലും ഇങ്ങനെ യൂസ് ചെയ്യാനെല്ലാം ഭയങ്കര പേടിയാണ്. പക്ഷെ നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ, നല്ല സ്മെല്ലാണ്. ഇപ്പം ഞാൻ വാങ്ങിക്കുന്ന എന്ത് സാധനമായാലും അതെല്ലാം മൊത്തം ചന്ദനത്തിൻ്റെ ഫ്ലേവർ തന്നെ ആയിപ്പോകുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നറിയില്ല. അങ്ങനെ ഈ ഒരു ബിസ്ക്കറ്റെല്ലാം കണ്ടപ്പോൾ പിന്നെ മോക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് കുൽമാലാക്കിയിട്ട് അതങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നോമ്പിനാണ് കേട്ടാ ഇങ്ങനത്തെ ചിപ്സും ബിസ്ക്കറ്റും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നാൻ. നോമ്പിന് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കൂലോ. മഞ്ഞോ ഉപ്പ എടുത്തോ, ഉപ്പാപ്പ എടുത്തോ, വിളിക്കൂ ഉപ്പാപ്പാന. അങ്ങനെ ഉപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കും കേട്ടോ. അവന് മോൾ ഉപ്പാൻ്റെ വയ്ക്കുന്നേ ആയിരിക്കും. അപ്പോൾ ഉപ്പ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയ പണിയില്ല. പിന്നെ എന്നെ അങ്ങനെ അധികം ഇടങ്ങാറാക്കാനൊന്നും വരില്ല കേട്ടോ. പിന്നെ അങ്ങനെ കളിച്ചോളും ഉപ്പാൻ്റെ വയ്ക്കുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട്. എന്താ ഇത്? ഇതെന്താ? അതാ ഉപ്പ ചാടി. അങ്ങനെ നോമ്പ് തുറക്ക് എന്തെങ്കിലും ഒരു കടിയാക്കാന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് പോയപ്പാന്ന് കേട്ടാ ഈ ഒരു ബന്ന് കണ്ടത്. അപ്പം ഈ ഒരു ബന്ന് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സാധാരണ നോർമൽ ബന്നാണ്, നമ്മൾ സാധാരണ കഴിക്കൂലേ ആ ഒരു ടൈപ്പ് ബന്നാണ്. അങ്ങനെ ഇതാ ക്യാബേജും കക്കിരിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇട്ടിട്ട്
ചെറിയൊരു ചിക്കനും മുട്ടയും ഒന്നുമില്ലാണ്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ട് ഒരു ടൈപ്പ് മസാല ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആ വീഡിയോ എടുത്തിട്ടുണ്ടായത്. നമ്മളധികവും ബന്നുണ്ടെങ്കിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ടിട്ടാക്കും, ചിക്കൻ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി ഉണ്ടാക്കിയ പുഡിങ് എടുത്തിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് അത് സെറ്റായിനോ എന്നല്ല ഇങ്ങനെ തട്ടി നോക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒന്നാക്കി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പുറത്തേക്ക് വെച്ച് വെക്കും. അങ്ങനെ ഉമ്മ ഇതാ ഇവിടെ നിന്ന് ഉന്നക്കായി ആക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് മോൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ട് ബേക്കുന്നതിന് ഓടിയത് കേട്ടോ. അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ടായിട്ടുണ്ടേന്, ഒരു മഴ പെയ്യാനായ പോലത്തെ കാലാവസ്ഥ കേട്ടോ. പക്ഷെ മഴയൊന്നും പെയ്തിട്ടില്ല. ഡോറ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മോളെ ഭയങ്കര പേടിയാണ് കേട്ടോ. പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവും, പിന്നെ ആരുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കൂല. അങ്ങനെ ഉപ്പ പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന കണ്ടിട്ട് ബേക്കുന്നേ പോയതാണ്. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറ്റൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ കളിപ്പിച്ച് മെല്ലെ മെല്ലെ വേണം കയറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ മെല്ലെ ഉപ്പാൻ്റെ അടുത്തേക്ക് ആക്കിയിട്ട് ഞാൻ പിന്നെയും കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു ചെറിയ ക്യാരറ്റും പിന്നെ ക്യാബേജും പിന്നെ പകുതി കക്കിരി കൊടുത്തിട്ട് അങ്ങനെ കട്ടാക്കിയിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് മൊത്തത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഷവർമൻ്റെ ടൈപ്പ് മസാല ആക്കുമല്ലോ, ആ ഒരു ടൈപ്പാണ് കേട്ടോ ആക്കുന്നത്. ഇപ്പോൾ ക്യാബേജിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ലെറ്റ്യൂസ് ഉണ്ടല്ലോ, അതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മളടുത്ത് ക്യാബേജാണ് ഉണ്ടായത്, അപ്പോൾ അതുകൊണ്ട് ക്യാബേജ് അങ്ങനെ ആക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടിടാം. ഞാൻ പിന്നെ റോസ്റ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, പെട്ടെന്ന് അങ്ങനെ തട്ടിക്കൂട്ടി ആക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ക്യാബേജും ക്യാരറ്റും കക്കിരി ഇടുന്നുണ്ട്. കക്കിരി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനങ്ങനെ മയോണീസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നല്ല തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള തണുത്ത പാലിലേക്ക് ഒരു 2 വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരിയും പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർക്കുക. അപ്പം നമ്മളിപ്പോൾ അധികം പാല് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ മയോണീസ് ആക്കൽ. അപ്പം മുട്ടൻ്റെ മയോണീസ് ഇപ്പോൾ ആക്കലേ ഇല്ല. മുട്ടൻ്റെ മയോണീസിനേക്കാളും നല്ല ടേസ്റ്റും ആണ് ഈ ഒരു മയോണീസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നല്ല തണുത്ത പാൽ തന്നെ വേണം കേട്ടോ. കുറച്ച് തണുപ്പ് കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മയോണീസ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടൂല. അങ്ങനെ അതെല്ലാം ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കുറച്ച് ഓയിൽ ചേർത്തിട്ട് പിന്നെയും അടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓയിൽ ചേർക്കുക. ഇതിൽ മുട്ടയ്ക്ക് ചേർക്കുന്ന അത്ര ഓയിലിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ എത്ര നിങ്ങൾക്ക് കട്ടി വേണോ അത്രത്തോളം ഓയിൽ ചേർക്കുക കേട്ടോ. ഓയിൽ ചേർക്കുന്നതിനെ കട്ടി കൂടും. അപ്പം നല്ല ഒരു ടെക്സ്ചറാണ്, നല്ലൊരു കട്ട തൈരിൻ്റെ എല്ലാം ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മയോണീസ് കംപ്ലീറ്റ് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് മാത്രമേ എരിവിന് ചേർക്കുന്നുള്ളൂ. പച്ചമുളക് ചേർക്കുന്നവർക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ഇങ്ങനെ ഈ ഒരു മസാലയിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല. പിന്നെ ഇതാ ഈ ഒരു സോസ് കണ്ട അതിൻ്റെ ആത്മാവടക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ബാക്കിയുള്ളത് കഷ്ടപ്പെട്ട് നെക്കി പിന്നിട്ട് അങ്ങനെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോസ് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബണ്ണിൽ സ്പ്രെഡ് ആക്കിയിട്ട് കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ അത്രത്തോളം സോസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മസാലയിൽ നിന്ന് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സോസില്ലേ ഹെൻസിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് സോസാണ് കേട്ടോ. നമ്മൾ അധികം ഈ ഒരു സോസ് തന്നെയാണ് വാങ്ങിക്കൽ. ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അധികം കിസാൻ്റെ വാങ്ങിക്കും. എന്നാലും ഈ ഒരു സോസിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചിക്കനും കൂടി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ആ ചിക്കൻ ഒരു കുട്ടി പീസാക്കിയിട്ട് പൊരിച്ചിട്ട് ഇതിൽ ചേർത്താൽ നല്ലൊരു ഷവർമൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ചിക്കനൊന്നും ഉണ്ടായിട്ടില്ലേനു, അതുകൊണ്ട് നമ്മളിങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഒരു ടൈപ്പ് മസാല ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് എരിവ് കുറവെന്ന് തോന്നിയിട്ട് പിന്നെയും കുറച്ചും കൂടി കുരുമുളക് ഇട്ടിട്ടുണ്ടേനു. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ലൈക്ക് ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും പിന്നെ കുറച്ച് വെറൈറ്റി കണ്ടന്റ് എല്ലാം ആയിട്ട് കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും കമൻറ്റും കൂടി ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അങ്ങനെ ഇതാ ബണ്ണെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 8 ബന്നേനും കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കടിച്ചിട്ട ബന്ന കണ്ട അതെൻ്റെ മോള് കടിച്ചിട്ട് തന്നതേനു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്ത് കണ്ടാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് കടിച്ച്
നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ കടിച്ചിട്ട് അടുത്തത് വേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ നോമ്പ് തുറക്കാനായ ടൈം ബത്തക്കെല്ലാം കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പം നോമ്പ് തുറക്കുണ്ടായത് നമ്മുടെ ഉന്നക്കായും പിന്നെ ഈ ഒരു ബന്ന് നിറച്ചതും പിന്നെ ഇലയടയാണ്. ഇത് മധുരമുള്ള ടൈപ്പ് വെള്ളത്തിൻ്റെ മസാലുള്ള ഒരു ഇലയടയില്ലേ, ആ ഒരു ടൈപ്പ് ഇലയടയാണ്. ജ്യൂസായിട്ട് ഉണ്ടായത് പിന്നെ ഇതാ ഷാർജ ഷെയ്ക്കാണ്. പൂവമ്പഴവും ബൂസ്റ്റും പഞ്ചസാരയും ഇട്ടിട്ട് അടിക്കുമല്ലോ പാലിൽ, ആ ഒരു ടൈപ്പ് ഷെയ്ക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഷെയ്ക്ക് അടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പൂവമ്പഴത്തിൽ ബൂസ്റ്റും കൂടി ഇട്ടാൽ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ടാങ്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ നോമ്പ് തുറ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ ടാബ്ലറ്റ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് നോമ്പ് തുറക്കും. പിന്നെ നിസ്കരിച്ച് ഓതി അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് നോമ്പ് തുറക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബ് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എല്ലാം നല്ല ഒരു വൈബ് തന്നെയാണല്ലോ. പിന്നെ ഇതാ ഇത്രയേ ഉള്ളൂ. പിന്നെ രാത്രി ഇതാ മോക്ക് ഫുഡ് കൊടുക്കുന്ന ടൈം അനിയത്തിയാക്കിയ പുഡിങ്ങും കൂടി കൊണ്ടുവന്നിട്ടുണ്ടേനു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.